ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാനമുള്ള ശ്രോതാക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലോ അംഗീകാരം എന്നത്. നമുക്കെല്ലാം അംഗീകാരം കിട്ടണം എന്നത് നമ്മുടെ എല്ലാം ആഗ്രഹവുമാണ്, ആവശ്യവുമാണല്ലോ. ഏതൊരു കാര്യവുമായാലും നമ്മളുടെ ഏത് കാര്യത്തിനും അല്ലെങ്കിൽ നമുക്ക് എവിടെയായാലും എവിടെ പോയാലും എന്തിലേർപ്പെട്ടാലും അതിനെല്ലാം നമുക്കൊരു അംഗീകാരം കിട്ടണം എന്നത് ആഗ്രഹിക്കാത്തവർ ആരും തന്നെ ഉണ്ടാവുകയില്ല. എന്നാൽ അംഗീകാരം എന്നത് ചെറിയൊരു കാര്യവും അല്ലല്ലോ. എല്ലാവരും അതിനു വേണ്ടിയിട്ടാണല്ലോ ഒന്ന് ശ്രമിക്കുക, മെനക്കെടുക. അത് ശാരീരികമായിട്ടാണെങ്കിലും അതല്ല സാമ്പത്തികമായിട്ടാണെങ്കിലും അതല്ല മറ്റ് സാമൂഹികപരമായിട്ടാണെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം അംഗീകാരം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ശാരീരികമായിട്ട് എന്ന് പറയുമ്പോൾ നമ്മളുടെ സൗന്ദര്യം, നമ്മളുടെ ആരോഗ്യം, ശരീരാകൃതി, ഇതിനെല്ലാം മറ്റുള്ളവർ പ്രശംസിക്കുന്നതും അതിനൊരു അംഗീകാരം കിട്ടുന്നതും ആഗ്രഹിക്കുന്നവരാണല്ലോ. ഭൂരിഭാഗം ആളുകളും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. നമ്മളെ ശരീരത്തെ നല്ലത് പറയുക എന്നത് അത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മളുടെ തൊഴിലിൽ നാം ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ ജോലികൾ എല്ലാം എല്ലാവരും പ്രശംസിക്കണം അല്ലെങ്കിൽ അംഗീകരിക്കണം, അതിന് നല്ലത് പറയണം എന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ എല്ലാവരും. അതുപോലെ തന്നെ നമ്മളെ ഏത് കാര്യങ്ങളെടുത്ത് നോക്കിയാലും, കുടുംബപരമായിട്ടായാലും സാമൂഹികമായിട്ടായാലും ഏത് നിലയ്ക്കെടുത്ത് നോക്കിയാലും എല്ലാവരും നമ്മളെ ഒന്ന് അംഗീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാം. അഭിനയ മേഖലകൾ എടുത്തു നോക്കിയാലും അങ്ങനെ തന്നെയാണ്. അഭിനയ മേഖലകളെല്ലാം തന്നെ അംഗീകാരത്തിൻ്റെ സ്രോതസ്സാണ്, അടിത്തറയായിട്ട് കാണാൻ കഴിയുക. അവർക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലി, അഭിനയ മേഖലകൾ ആരും വകവെക്കുന്നില്ല, ആരും കാണുന്നില്ല, ആരും അംഗീകരിക്കുന്നില്ല എന്ന് കണ്ടാൽ ആ മേഖല അല്ലെങ്കിൽ ആ ഒരു കാര്യം അവിടെ അസ്തമിച്ചു പോകുന്നതാണ്. അപ്പോൾ ഏതൊരു കാര്യം എടുത്താലും നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരു അംഗീകാരം കിട്ടുക എന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ആ അംഗീകാരം കിട്ടുവാൻ വേണ്ടി മനുഷ്യൻ എന്തൊക്കെ ജോലികളാണ് പാടുപെടുന്നത്, പണി ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവൻ ചെയ്യുന്നത് അല്ലേ. അവനൊക്കെ ഒരു അംഗീകാരം കിട്ടുവാൻ വേണ്ടി അവൻ സമയം മെനക്കെടുന്നു, ദിവസങ്ങൾ അധ്വാനിക്കുന്നു, സമ്പത്ത് ധാരാളം ചിലവാക്കുന്നു. അതിൻ്റെ പിന്നാലെ എന്തുമാത്രം അവൻ ത്യാഗം സഹിക്കേണ്ടി വന്നാലും അവൻ മെനക്കെടാൻ തയ്യാറാകുന്നു ആ അംഗീകാരത്തിന് വേണ്ടിയിട്ട്. രാഷ്ട്രീയമായി ഇപ്പം നോക്കുകയാണെങ്കിൽ തന്നെയും രാഷ്ട്രീയ കാര്യങ്ങളിൽ മത്സരിക്കുന്നവർക്ക് ജനങ്ങൾക്കിടയിൽ ഒരു അംഗീകാരം നിർബന്ധമാണ്. ജനങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ രാഷ്ട്രീയ മേഖലയിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നുള്ളൂ. ഇതുതന്നെയാണ് മനുഷ്യൻ്റെ അവസ്ഥ. ഏതൊരു കാര്യം എടുത്തു നോക്കിയാലും അവർക്ക് ആ അംഗീകാരം അവരുടെ വളർച്ചയ്ക്ക് അത് ഉതക്കം കൂട്ടുന്നു, ആക്കം കൂട്ടുന്നു. അതൊരു കാരണമാണ്, അത് ഹേതുവായിത്തീരുന്നു അല്ലേ. ഇതാണ് നാം മനസ്സിലാക്കിയ ഓരോ കാര്യങ്ങളും. ശ്രോതാക്കളെ, നാം ഇവിടെ ഒരു കാര്യം, വളരെ ഗൗരവമേറിയ, വളരെ പ്രധാനപ്പെട്ട, മർമ്മപ്രധാനമായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറയട്ടെയോ. അതിന് നമുക്ക് സമ്പത്തിൻ്റെ ആവശ്യമില്ല, ആരോഗ്യത്തിൻ്റെ ആവശ്യവും ഇല്ല, ദിവസങ്ങൾ അല്ലെങ്കിൽ ത്യാഗങ്ങൾ അത്ര കണ്ട് സഹിക്കേണ്ട കാര്യവും ഇല്ല. നാം ഒരു മനസ്സ് കാണിച്ച് കുറച്ച് സമയം, അല്പസമയം, വളരെ ചുരുങ്ങിയ സമയം നാം അതിനുവേണ്ടി ഒന്ന് മാറ്റിവെച്ചാൽ, അതിനുവേണ്ടി മനസ്സ് കാണിച്ച് ആത്മാർത്ഥമായിട്ട് നാം ഒന്ന് മുഴിയുവാൻ തയ്യാറായാൽ, നാം അത് ഉരുവിടുവാൻ, ചൊല്ലുവാൻ തയ്യാറായാൽ മാത്രം മതിയാവുന്നതാണ്. അത് വളരെ പ്രധാനപ്പെട്ട അത്യുത്തമമായ ഒരു നാമത്തെപ്പറ്റിയാണ്. പ്രപഞ്ചനാഥനായ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ നാമത്തെപ്പറ്റിയാണ് നാം പറയുന്നത്. അതെ, ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമത്തെക്കുറിച്ചാണ് നാം പറയുവാൻ പോകുന്നത്. ഈ ലോകം സൃഷ്ടിച്ച് നാം ഓരോരുത്തരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, നമുക്ക് വേണ്ടിയതെല്ലാം നൽകുന്ന, ഈ ലോക ചരാചരങ്ങൾക്ക് ആവശ്യമാകുന്നതെല്ലാം നൽകുന്ന ഉടമസ്ഥനായ നാഥനെക്കുറിച്ച്, അവൻ്റെ നാമത്തെക്കുറിച്ച്, ആ പരിശുദ്ധമായ നാമത്തെക്കുറിച്ചാണ്, അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ് നാം പറയുവാൻ പോകുന്നത്. ഇതിന് നാം നമ്മുടെ സമ്പത്ത് ചിലവാക്കേണ്ട കാര്യമില്ല, നാം നമ്മുടെ മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ ചിലവാക്കേണ്ട കാര്യമില്ല, ത്യാഗങ്ങൾ സഹിക്കേണ്ട കാര്യവുമില്ല. കുറച്ച് സമയം, ഒരല്പസമയം നാം ഒന്ന് മനസ്സ് കാണിച്ച് അവൻ്റെ പരിശുദ്ധമായ നാമം നാം ഉരുവിടാൻ തയ്യാറായാൽ മാത്രം മതി.
ആ നാമം നാം നിത്യജീവിതത്തിൽ നാം നിത്യമാക്കിയാൽ മാത്രം മതി. ഏതൊരു മുഅ്മിനായ സത്യവിശ്വാസിക്കും, ഏതൊരു മുഅ്മിനായ മനുഷ്യനുക്കും ഇത് നിത്യജീവിതത്തിൽ ഇത് നിത്യമാക്കിയാൽ അത് അവനക്ക് ആ കാര്യം, ആ ഗുണം അവന് നൽകുന്നതാണ്. നാം പറഞ്ഞ അംഗീകാരം ലഭിക്കുവാൻ വേണ്ടി ഏതൊരു സത്യവിശ്വാസിയായ മുഅ്മിനായ മനുഷ്യൻ ഇത് നിത്യമാക്കുന്നുവോ അതോടുകൂടി ഇതിൻ്റെ ബലം അവനക്ക് കണ്ടറിയുവാൻ സാധിക്കുന്നതാണ്. അവനെ ആരും തടയാതെ, അവൻ്റെ കാര്യങ്ങൾക്കാരും ഒരു തഴച്ചൽ ഏർപ്പെടുത്താതെ, ഒരു അവഗണന ഏർപ്പെടുത്താതെ അവൻ്റെ കാര്യങ്ങൾക്ക് അംഗീകാരം വന്നു ചേരുന്നത് അവനക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതാണ്. അത്രയേറെ മഹത്വമുള്ള നാമമാണ് അത്. അവൻ നിത്യമാക്കിയാൽ ആത്മവിശ്വാസത്തോടെ, ആത്മാർത്ഥതയോടെ അവൻ നിത്യമാക്കുമ്പോഴാണ്, നിത്യമായി അത് ചൊല്ലുമ്പോഴാണ് അതിൻ്റെ ഗുണം അവനക്ക് കണ്ടറിയുവാൻ സാധിക്കുക. ശ്രോതാക്കളെ, അത് ഏത് നാമമാണെന്നല്ലേ നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നത്? അതെ, അള്ളാഹുവിൻ്റെ മഹത്വമേറിയ ഒന്നാമതായി പറയുന്ന അവൻ്റെ പരിശുദ്ധ നാമം യാ അള്ളാഹു, യാ അള്ളാഹ്, യാ അള്ളാഹു എന്ന നാമം തന്നെ. ഉടമസ്ഥനായ അള്ളാഹുവിന് ധാരാളം നാമങ്ങൾ ഉണ്ടെങ്കിലും അതിലെല്ലാം തന്നെ മുൻപന്തിയിൽ നിൽക്കുന്ന, ഒന്നാമതായി നിൽക്കുന്ന, നാം എപ്പോഴും ഉപയോഗിക്കുന്ന നാമം തന്നെ യാ അള്ളാഹു എന്ന നാമം. യാ അള്ളാഹു എന്ന നാമം ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ്റെ നിത്യജീവിതത്തിൽ അവൻ മുറുകെ പിടിച്ചാൽ അവനക്ക് അംഗീകാരം വന്നു ചേരുന്നതാണ്. എല്ലാവരിൽ നിന്നും അവനക്ക് അംഗീകാരം ലഭിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ മറ്റ് ഇതര നാമങ്ങളിലെല്ലാം തന്നെ എല്ലാത്തിനും അതിൻ്റെതായ ശ്രേഷ്ഠതകളും മേന്മയും എണ്ണിയാലൊടുങ്ങാത്തതാണ്. യാ അള്ളാഹുവും അതുപോലെ തന്നെയാണ്. എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര ശ്രേഷ്ഠതകളും മേന്മകളും ആ നാമത്തിനുണ്ട്. വരും വീഡിയോകളിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ മറ്റ് നാമങ്ങളെക്കുറിച്ചും അതിൻ്റെ മേന്മകളെക്കുറിച്ചും ശ്രേഷ്ഠതകളെക്കുറിച്ചും നാം പറയുന്നതാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.